നമസ്കാരം. ഓ ഓ ഓ കുജനം രമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം പാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം ഏകാദശാധികശതതമ സർഗഃ 111 സർഗം. സർഗത്തിലെ 11 ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ഏകാദശാധികശതതമ സർഗഃ 111 സർഗം. ഒന്നാമത്തെ ശ്ലോകം. വസിഷ്ഠസ്സ തദാ രാമം ഉക്ത്വാ രാജപുരോഹിതഃ അബ്രവീത് ധർമ്മസംയുക്തം പുനരേവാപരം വചഃ. പുരുഷസ്യേഹ ജാതസ്യ ഭവന്തി ഗുരവഃ സദാ ആചാര്യച്ഛൈവ കാകുൽസ്ഥാ പിതാ മാതാ ച രാഘവാം. പിതാ ഹ്യേനം ജനയതി പുരുഷം പുരുഷർഷഭ പ്രജ്ഞാം ദദാതി ചാചാര്യസ്തസ്മാത് സ ഗുരുരുച്യതേ. സതേഹം പിതുരാചാര്യ സ്തവച്ചൈവ പരം തപ മമ ത്വം വചനം കുർവൻ നാതിവർത്തേ സതാം ഗതി. ഇമാഹിതേ പരിഷദോ ജ്ഞാതയച്ഛ നൃപാസ്തഥാ യേഷു താതചരൻ ധർമ്മം നാതിവർത്തേ സതാം ഗതിം. വൃദ്ധായ ധർമ്മശീലായ മാതുർനാർഹസ്യാവർത്തിതും അസ്യാഹി വചനം കുർവൻ നാതിവർത്തേ സതാം ഗതിം. ഭരതസ്യ വചഃ കുർവൻ യാചമാനസ്യ രാഘവ ആത്മാനം നാതിവർത്തേസ്ത്വം സത്യധർമ്മപരാക്രമം. ഏവം മധുരമുക്തഃ സ ഗരുണാ രാഘവഃ സ്വയം ഏവ മധുരമുക്തഃ സ ഗുരുണാ രാഘവഃ സ്വയം. ക്ഷമിക്കണം, തെറ്റുപറ്റി. ഗുരുണാ രാഘവഃ സ്വയം പ്രത്യുവാച സമാസീനം വസിഷ്ഠം പുരുഷർഷഭഃ. യന്മതാ പിതരൗ വൃത്തം തനയേ കുരുതഃ സദാ ന സുപ്രതികരം തത്തു മാത്രാപിത്രാ ച യത്കൃതം. യഥാശക്തിപ്രദാനേന സ്വാപനോച്ഛാദനേന ച നിത്യം ച പ്രിയവാദേന തഥാ സംവർദ്ധേന ച മൃഷ്യതി. സഹി രാജോ ദശരഥ പിതാ ജനയിതാ മമ ആജ്ഞാപയന്മാം യത്തസ്യ ന തന്മിഥ്യാ ഭവിഷ്യതി. 110 സർഗത്തിലെ 11 ശ്ലോകമാണ് പാരായണം ചെയ്തത്. കഴിഞ്ഞ സർഗത്തിൽ വസിഷ്ഠൻ എല്ലാവരോടുമായി ഉപദേശിക്കുന്നതും പറയുന്നതുമായ കാര്യങ്ങളാണ് നാം കേട്ടത്. എങ്ങനെയാണ് ഈ ലോകം തന്നെ ഉണ്ടായതെന്നും രാമൻ്റെ കുലത്തിൻ്റെ ഉത്ഭവം എങ്ങനെ ഉണ്ടായി എന്നും അതായത് കാകുൽസ്ഥൻ്റെ കുലം എങ്ങനെ ഉണ്ടായെന്നൊക്കെ വസിഷ്ഠൻ വിവരിക്കുകയായിരുന്നു.
രാമൻ വരെയുള്ള രാജാക്കന്മാർ വാണ കാര്യം പറഞ്ഞിട്ട് രാമൻ തന്നെ ഇപ്പോൾ ദശരഥൻ്റെ ആജ്ഞയനുസരിച്ച് രാജാവായിരിക്കണമെന്ന് വസിഷ്ഠൻ പിന്നെയും ഉപദേശിക്കുകയായിരുന്നു. ഇനി എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ശ്ലോകം 1. വസിഷ്ഠസ്സ തദാ രാമം ഉക്ത്വാ രാജപുരോഹിതഃ അബ്രവീത് ധർമ്മസംയുക്തം പുനരേവാപരം വചഃ. വസിഷ്ഠൻ രാജപുരോഹിതൻ ഇപ്രകാരം പറഞ്ഞതിന് ശേഷം രാമനോട് ധർമ്മത്തിന് ചേർന്ന മറ്റൊന്നുകൂടി പറഞ്ഞു. ശ്ലോകം 2. പുരുഷസ്യേഹജാതസ്യ ഭവന്തി ഗുരവഃ സദാ ആചാര്യച്ഛൈവ കാകുൽസ്ഥ പിതാ മാതാ ച രാഘവ. പിന്നെ ഇവിടെ പിറന്ന മനുഷ്യർക്ക് എപ്പോഴും ഗുരുക്കന്മാരായിരിക്കുന്നത് ആചാര്യൻ, പിതാവ്, മാതാവ് എന്നിവരാണ്. ശ്ലോകം 3. പിതാഹ്യേനം ജനയതി പുരുഷം പുരുഷർഷഭ പ്രജ്ഞാം ദദാതി ചാചാര്യസ്തസ്മാത് സ ഗുരുരുച്യതേ. പിതാവ് അവന് ജനയിതാവാണ്. ആചാര്യൻ പ്രജ്ഞയെ ദാനം ചെയ്യുന്നു. അതുകൊണ്ട് അദ്ദേഹം ഗുരുവായി പറയപ്പെടുന്നു. ശ്ലോകം 4. സതേഹം പിതുരാചാര്യസ്തവ ചൈവ പരം തപ മമ ത്വം വചനം കുറുവൻ നാദിവർത്തേ സദാം ഗതി. ഭവാന്റെ പിതാവിനും ഭവാനും അല്ലയോ പരന്തപ, ഞാൻ ആചാര്യനാണ്. എൻ്റെ വാക്കനുസരിച്ചു പ്രവർത്തിച്ചാൽ അത് സത്തുക്കളുടെ മാർഗത്തിൻ്റെ ലംഘനമല്ല. ശ്ലോകം 5. ഇമാഹിതേ പരിഷദോ ജ്ഞാതയക്ഷനൃപാസ്തഥാ യേഷു താതചരൻ ധർമ്മം നാദിവർത്തേ സദാം ഗതിം. ഇതാ ഇവർ ഭവാന്റെ സദസ്യർ, ജ്ഞാതികൾ, സാമന്ത നൃപന്മാർ ഒക്കെയാണ്. ഇവരോടുള്ള ധർമ്മം അനുഷ്ഠിച്ചാൽ അത് സന്മാർഗ ലംഘനമാകില്ല. ശ്ലോകം 6. വൃദ്ധായ ധർമ്മശീലായ മാതുർനാർഹസ്യാവർത്തിതും അസ്യ ഹി വചനം കുറുവൻ നാദിവർത്തേ സദാം ഗതിം. ധർമ്മിഷ്ഠയും വൃദ്ധയുമായ മാതാവിനെ അനുസരിക്കാതിരിക്കരുത്. അവളുടെ വാക്കനുസരിച്ച് പ്രവർത്തിക്കുന്നത് സന്മാർഗ ലംഘനമാവുകയില്ല. ശ്ലോകം 7. ഭരതസ്യ വചഃ കുറുവൻ യാജമാനസ്യ രാഘവ ആത്മാനം നാദിവർത്തേസ്ത്വം സത്യധർമ്മപരാക്രമം. ഭരതൻ ഭവാന്റെ മുൻപിൽ യാചകനായി അർത്ഥിക്കുന്നത് നിർവഹിച്ചാൽ അത് ആത്മധർമ്മലംഘനം ആവുകയില്ല. ശ്ലോകം 8. ഏവം മധുരമുക്ത സ ഗുരുണാ രാഘവ സ്വയം പ്രത്യുവാച സമാസീനം വസിഷ്ഠം പുരുഷർഷഭഃ. ഇപ്രകാരം മധുരവചസ്സുകൾ ഗുരുനാഥൻ പറഞ്ഞപ്പോൾ പുരുഷർഭനായ രാമൻ അരികെ ഇരിക്കുന്ന ആ വസിഷ്ഠനോട് മറുപടിയായി പറഞ്ഞു. ശ്ലോകം 9. യന്മാതാപിതരൗ വൃത്തം തനയേ കുരുതഃ സദാ സ സുപ്രതികരം തത് തു മാത്രാപിത്രാ ച യത് കൃതം. മാതാപിതാക്കൾ പുത്രന് വേണ്ടി സദാ ചെയ്തു പോന്നവയ്ക്കെല്ലാം തുല്യമായി പകരം ചെയ്തു കൊടുക്കാൻ പുത്രനത്ര എളുപ്പമല്ല. ശ്ലോകം 10. യഥാശക്തിപ്രദാനേന സ്വാപനോച്ഛാദനേന ച നിത്യം ച പ്രിയവാദേന തഥാ സംവർദ്ധനേന ച. 10ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: വേണ്ടതെല്ലാം യഥാശക്തി കൊടുക്കും, നന്നായി ഭക്ഷണാദികൾ കൊടുക്കും, നന്നായി വസ്ത്രം ഉടുപ്പിക്കും, ഉറക്കും, മധുരവാക്കുകൾ പറഞ്ഞ് ലാളിക്കും, പോറ്റി വളർത്തും. ശ്ലോകം 11. സഹി രാജാ ദശരഥ പിതാ ജനയിതാ മമ ആജ്ഞാപയൻ മാം യത്തസ്യ ന തന്മിഥ്യാ ഭവിഷ്യതി. അങ്ങനെയുള്ള എൻ്റെ പിതാവായ ജനയിതാവായ ദശരഥ മഹാരാജാവ് എന്നോട് ആജ്ഞാപിച്ചതും ഞാൻ ശപഥം ചെയ്തതും മിഥ്യയായി തീർന്നുകൂടാ.
ലോകാ സമസ്ത സുഖിനോ ഭവന്തു.